എല്ലാവർക്കും നമസ്കാരം. എടുത്തുമാറ്റം എന്ന 3-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റിൽ നിന്നും കുട്ടികൾക്ക് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാമാണ്? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒന്നാമത്തെ ആശയം, 2 മൂന്നക്ക സംഖ്യകൾ തന്നാൽ വലുതേത് ചെറുതേത് എന്ന് 100-ൻ്റെയും 10-ൻ്റെയും ഒറ്റയുടെയും സ്ഥാനത്തുള്ള സംഖ്യകൾ വിലയിരുത്തി മനസ്സിലാക്കാൻ കുട്ടികൾക്ക് കഴിയണം. ഉദാഹരണം 432 - 221. ഇതിൽ 4, 100, 3, 10, 2, 1, 221, 2, 100, 2, 10, 1, 1. ഇതിൽ 432 വലിയ സംഖ്യ എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. രണ്ടാമത്തത്, വ്യവകലനം ചെയ്യുമ്പോൾ വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയും വരുന്ന രീതിയിൽ സംഖ്യകൾ ക്രമീകരിച്ച് വ്യവകലനം ചെയ്യാൻ ആരംഭിക്കാവൂ എന്ന അറിവ് കുട്ടി നേടിയിരിക്കണം. 432 - 221. ഇതിൽ 432 എന്നുള്ള സംഖ്യ മുകളിലും 221 എന്നുള്ള സംഖ്യ താഴെയും എഴുതിയാലേ അത് കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആശയം കുട്ടികൾക്ക് കിട്ടണം. അങ്ങനെ വരുമ്പോഴേ 432 വലിയ സംഖ്യയാണെന്നും 221 ചെറിയ സംഖ്യയാണെന്നും മനസ്സിലാവും. വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നുള്ള ബോധവും കുട്ടികൾക്ക് കിട്ടുള്ളൂ. മൂന്നാമത്തത്, പുനഃക്രമീകരണ സാധ്യതകൾ വരാത്ത 2 മൂന്നക്ക സംഖ്യകളുടെ വ്യവകലനം ചെയ്യാൻ സാധിക്കണം. താഴെയുള്ള സംഖ്യ മുകളിലുള്ള സംഖ്യയേക്കാൾ ചെറുതായിരിക്കും. ഒറ്റയുടെയും 10-ൻ്റെയും 100-ൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ മുകളിലുള്ള സംഖ്യ ആയിരിക്കും വലിയ സംഖ്യ. ഉദാഹരണം 432 - 221. ഇതിൽ 432 എന്ന് പറഞ്ഞ സംഖ്യ 221 എന്ന് പറഞ്ഞ സംഖ്യയേക്കാൾ വലുതാണ്. ഒറ്റയുടെയും 10-ൻ്റെയും 100-ൻ്റെയും സ്ഥാനത്തുള്ള സംഖ്യ 432 221 അപേക്ഷിച്ചിട്ട് വലുതാണ്. 4 100ആണ്, താഴെ 2 100ആണ്. 3 10ആണ്, 2 10ആണ്. അങ്ങനെ വരും. അതേപോലെ നാലാമത്തെ ആശയം, മുകളിലുള്ള സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ താഴെയുള്ള സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയേക്കാൾ ചെറുതായി വരുന്ന സംഖ്യകൾ വ്യവകലനം ചെയ്യാൻ കുട്ടികൾക്ക് കഴിയണം. 531 - 219. ഇവിടെ മുകളിലുള്ള സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ ചെറുതും താഴെയുള്ള സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ വലുതുമാണ്. ഉദാഹരണം 531 ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 1ഉം 219 ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 9ഉമാണ്. ഇത്തരം വ്യവകലനം കുട്ടിക്ക് അറിയണം. അഞ്ചാമത്തത്, മുകളിലുള്ള സംഖ്യയിൽ 10-ൻ്റെ സ്ഥാനത്തുള്ള അക്കം ചെറുതും താഴെ എഴുതിയ ചെറിയ സംഖ്യയിൽ 10-ൻ്റെ സ്ഥാനത്തെ അക്കം വലുതുമായി വരുന്ന വ്യവകലന ക്രിയ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയണം. 642 - 265. ഇതിൽ 648 10-ൻ്റെ സ്ഥാനത്ത് സംഖ്യ 265 10-ൻ്റെ സ്ഥാനത്ത് സംഖ്യയേക്കാൾ ചെറുതാണ്. ഇത്തരത്തിലുള്ള സംഖ്യകളും വ്യവകലനം ചെയ്യാൻ കുട്ടികൾക്ക് കഴിഞ്ഞിരിക്കണം. ആറാമത്തത്, മുകളിലുള്ള സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്ത് 0ഉം മറ്റെല്ലാ അക്കങ്ങളും എണ്ണൽ സംഖ്യകളുമായി വരുന്ന വ്യവകലന ക്രിയകൾ കുട്ടികൾക്ക് ചെയ്യാൻ കഴിയണം. ഉദാഹരണം 430 - 217. 430 വലിയ സംഖ്യയാണ്. അതിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0ആണ്. 217 ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 7ആണ്. ഇതിൽ 430 എന്ന് പറഞ്ഞ സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0ആണ്. ബാക്കി എല്ലാ അക്കങ്ങളും എണ്ണൽ സംഖ്യകളാണ്. ഇത്തരത്തിലുള്ള സംഖ്യകൾ വന്നാൽ എങ്ങനെയാണ് വ്യവകലനം ചെയ്യുക എന്നുള്ള ആശയം കുട്ടിക്ക് കിട്ടണം. ഏഴാമത്തെ, മുകളിലുള്ള സംഖ്യയിലെ 10-ൻ്റെ സ്ഥാനത്തെ അക്കം 0ആയി വരികയും ബാക്കി എല്ലാ സംഖ്യകളും എണ്ണൽ സംഖ്യകളായി വരികയും ചെയ്യുന്ന വ്യവകലന ക്രിയ ചെയ്യാൻ കുട്ടിക്ക് കഴിയണം. 407 - 182. 407 10-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ 0ആണ്. ബാക്കിയുള്ള എല്ലാ അക്കങ്ങളും എണ്ണൽ സംഖ്യകളാണ്. ഇങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് ക്രിയ ചെയ്യുക എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് ഉണ്ടാവണം. എട്ടാമത്തെ, മുകളിലുള്ള സംഖ്യയിലെ 10-ൻ്റെ സ്ഥാനത്ത് 0 വരികയും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കം താഴെ എഴുതിയ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന അക്കത്തേക്കാൾ ചെറുതായി വരുന്ന സംഖ്യകളുണ്ടാവും. ഇത്തരം സംഖ്യകളുടെ വ്യവകലന ക്രിയകളും കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണം 601 - 278. ഇതിൽ 601 10-ൻ്റെ സ്ഥാനത്ത് സംഖ്യ 0ആണ്. 278 10-ൻ്റെ സ്ഥാനത്ത് അക്കം 7ആണ്. അതോടുകൂടെ 601 ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 1ഉം 278 ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 8ഉമാണ്. ഇത്തരത്തിലുള്ള ക്രിയകളും കുട്ടികൾ ചെയ്യാൻ പഠിക്കണം. ഒമ്പതാമത്തെ, മുകളിലുള്ള സംഖ്യയിലെ എല്ലാ സംഖ്യകളും എണ്ണൽ സംഖ്യകളും താഴെ എഴുതിയ സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്ന വ്യവകലന ക്രിയ ചെയ്യാൻ കുട്ടി പഠിച്ചിരിക്കണം. 652 - 320. ഇതിൽ 652 വലിയ സംഖ്യ, 320 ചെറിയ സംഖ്യ. ഈ ചെറിയ സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 0 വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരം സംഖ്യകൾ കുറയ്ക്കുക എന്നുള്ള ബോധം കുട്ടികൾ നേടിയിട്ട് ഉണ്ടാവണം. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികൾ എങ്ങനെ ചെയ്യും എന്നുള്ള അറിവ് കുട്ടികൾക്ക് നേടിക്കൊടുക്കണം. പത്താമത്തത്, മുകളിലുള്ള സംഖ്യയിലെ എല്ലാ സംഖ്യകളും എണ്ണൽ സംഖ്യകളും താഴെ എഴുതിയ സംഖ്യയിൽ 10-ൻ്റെ സ്ഥാനത്തെ അക്കം 0ആയി വരുന്ന വ്യവകലന ക്രിയ കുട്ടികൾ നേടിയിരിക്കണം. 869 - 402.
ഇതിൽ താഴെ എഴുതിയ 402 എന്ന് പറഞ്ഞ സംഖ്യയിൽ 10ൻ്റെ സ്ഥാനത്ത് സംഖ്യ 0ആണ്. അങ്ങനെ താഴെ എഴുതിയ സംഖ്യയിൽ 10ൻ്റെ സ്ഥാനത്ത് സംഖ്യ 0 വന്നാൽ എങ്ങനെയാണ് ആ ക്രിയ വ്യവകലനം ചെയ്യുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം. 11ാമത്തെ, മുകളിലുള്ള സംഖ്യയിലെയും താഴെയുള്ള സംഖ്യയിലെയും ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്ത് 0 വരുന്ന സംഖ്യകൾ വ്യവകലനം ചെയ്യാൻ കുട്ടിക്ക് കഴിയണം. ഉദാഹരണം 700 - 500. ഇതിൽ 700 എന്ന് പറഞ്ഞ സംഖ്യയിൽ ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്ത് 0ആണ്, 500 എന്ന് പറഞ്ഞ സംഖ്യയിലും ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്ത് 0ആണ്. ഇങ്ങനെ രണ്ട് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്യവകലനം ചെയ്യുക, അതിന് ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ രീതി താരതമ്യേന എളുപ്പമുള്ളൊരു രീതിയാണ്. 12ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 1000-ൽ നിന്ന് മറ്റൊരു സംഖ്യ കുറയ്ക്കേണ്ടതായിട്ട് വന്നാൽ 1000-ത്തെ 999 മാറ്റുകയും 1000-ൽ നിന്ന് ഏതൊരു സംഖ്യയാണോ കുറയ്ക്കാൻ ഉദ്ദേശിച്ചത് ആ സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് കിട്ടിയ ഉത്തരം 999 കുറയ്ക്കുകയും ചെയ്യുക. ഉദാഹരണം 1000 കുറയ്ക്കണം 186 എന്നുള്ളൊരു സംഖ്യ വന്നു കഴിഞ്ഞാൽ 1000-നെ 999 ആക്കി മാറ്റുകയും 156 155 ആക്കി മാറ്റിയിട്ട് വ്യവകലനം